ഇപ്പുറത്ത് നിൽക്കുമ്പോൾ നല്ലപോലെ കാണാം. നല്ല പൊള്ളലുണ്ട്, കഴുത്ത് വേദന 2 ദിവസമായിട്ടുണ്ട്. എന്തായാലും നല്ല ആശ്വാസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതാണ് ബാമ, ഇത് വെച്ചിട്ടാണ് അത് തകർക്കുന്നത്. ചായ ആയിട്ട് വന്ന് നമ്മളവിടെ നിന്ന് താങ്ക് യു. നല്ല പഴയ കാലത്ത് എങ്ങനെയായാലും 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. ഇത് ആവി എഞ്ചിൻ വെച്ച് പ്രവർത്തിക്കണ ടച്ച് ആൻഡ് ട്രാവൽസിൻ്റെ ശ്രീലങ്കയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന അടുത്ത ടീം അവർ പാട്ട് പാടുന്നുണ്ട് കേട്ടോ. നമുക്ക് അപ്പുറത്ത് പോയി നിൽക്കട്ടെ, അപ്പുറത്ത് പോയി നല്ല സൂപ്പറായിട്ട് കാണാൻ തോന്നുന്നു. ഇപ്പുറത്ത് നിൽക്കുമ്പോൾ നല്ലപോലെ കാണാം. കുട്ടികളിരുന്ന് താലവും എടുത്തിട്ട് താമരപ്പൂ പോലെയുള്ളൊരു ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കാണ്. എന്നിട്ട് പാടണേണ് പിള്ളേര്. മഴ പെയ്ത കാരണം ആകെ ബുദ്ധിമുട്ടായി ഇവർക്ക്. കഴിഞ്ഞിട്ട് ലാസ്റ്റാണ്. എന്തായാലും ഇത്രയൊക്കെ കാണാൻ പറ്റിയത് തന്നെ നമുക്ക് വലിയ ഭാഗ്യം. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതായതുകൊണ്ടേ അതിയായ സന്തോഷം. ഇവിടെ നല്ല തിരക്കാണ് കേട്ടാ. ആളുകളെല്ലാം ഇതുണ്ടല്ലേ, മഴയാണെങ്കിലും ഫെസ്റ്റിവലിന് ഒരു കുഴപ്പമില്ല, ഒരു കുറവുമില്ല. ഈ തടാകം ശ്രദ്ധിച്ചോട്ടാ, ഇത് മലയിൽ നിന്ന് വരുന്ന ഡാം കെട്ടി നിർത്തിയേക്കുന്ന വെള്ളമായിരിക്കുള്ളൂ. കാരണം ഈ റോഡ് ഒരു ഡാം പോലെയാണ്. ഇതിനേക്കാളും ഈ വെള്ളത്തിനേക്കാളും താഴ്ന്ന ഒരു പ്രദേശമാണ് ഈ റോഡ്. ദണ്ഡമാളികയുടെ അകത്ത് കയറാനായിട്ട് ശ്രമിച്ചു, പക്ഷേ ഇവരെ മുണ്ടെടുക്കണമെന്ന് തന്നെ പറയണം, അല്ലാതെ നമ്മൾ ഈ ഡ്രസ്സിൽ കയറ്റി വിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു അയാൾ നമുക്ക് കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം പോലീസുകാരനായിട്ട് സംസാരിക്കണേ. ഞങ്ങളുടെ പോലീസുകാരൻ ഈ സാറുമായിട്ട് സംസാരിക്കണേ. അപ്പോൾ ഇവരെല്ലാം ലെനിചേട്ടനും ശ്യാമും ഇവിടെ കാത്തു നിൽക്കണേണ്ട. ഇതിനകത്താണ് നമുക്ക് പോകേണ്ടത്. വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം താമരപ്പൂവായിട്ട് ഇതുണ്ടല്ലേ, നേർച്ച വരണുണ്ട്. താമരപ്പൂവായിട്ടാണ് എല്ലാവരും നേർച്ച കേട്ടോ. അപ്പോൾ ഈ ഇതുണ്ടതെ എല്ലാവരും ഇങ്ങനെ താമരപ്പൂവായിട്ടാണ് നിൽക്കണം. ഇവിടുത്തെ നേർച്ച ഇതാണ്. എല്ലാവരുടെയും കയ്യിലുണ്ട് താമരപ്പൂ. അപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ടാ. പുള്ളിയുടെ പേരെന്താ പറഞ്ഞത്? ദിലീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ പുള്ളിക്കാരൻ പോയിട്ട് നമുക്ക് ചായ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമാണോന്ന് ചോദിച്ച്. അപ്പോൾ ചായ വാങ്ങിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. അത് കഴിയുമ്പോൾ നമുക്ക് ചായ കുടിക്കാം. പിന്നെ ഈ ഉത്സവപ്പറമ്പെല്ലാം നമുക്കൊന്ന് ചുറ്റിക്കണം. ചെരുപ്പെല്ലാം ഇടാട്ടോ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഐസ്ക്രീം കഴിക്കേണ്ട തണുപ്പത്തും എല്ലാവരും ഇത് കഴിക്കുന്നില്ല. നമുക്ക് ചായ ആയിട്ട് വന്ന് നമ്മളവിടെ നിന്ന് താങ്ക് യു. അവർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി യൂട്യൂബിൽ വീഡിയോ എടുക്കുക എന്നുള്ളത്. യുവർ നെയിം? സുഭാഷ്. യുവർ നെയിം? ലയൻ. സർ നെയിം? ദിനേഷ്. അപ്പോൾ ഇവരെല്ലാം നമുക്ക് ചായയും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ലെനിൻ ചേട്ടൻ ചായ കുടിക്കണ്. കുറേച്ചൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. കുറേച്ചൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ക്യൂ ആണ് ഇത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ, ക്വീൻസ് ഹോട്ടൽ എന്നാണ് പറഞ്ഞത്. ഏകദേശം 100 വർഷം പഴക്കമുണ്ടെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. നമ്മുടെ അവിടുത്തെ ഈ താജ്മഹൽ പോലെ, നമ്മൾ മുംബൈയിൽ നിന്നുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. നല്ല പഴക്കമുണ്ട്. പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ ബുദ്ധൻ്റെ ഫെസ്റ്റിവലിൽ വന്നപ്പോൾ ഇന്ന് പൗർണമിയാണ്. അപ്പോൾ ഹെഡ് മസാജൊക്കെ അവിടെ ഫ്രീ ആയിട്ട് ചെയ്യാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇരുന്ന് കൊടുത്തേക്കാണ്, ഒരു ബലിമൃഗങ്ങളായിട്ട് ഇരുന്ന് കൊടുത്തേക്കാണ്. എന്താവോ എന്തോ, എന്തായാലും നല്ല സൂപ്പറായിട്ട് ചെയ്യാനുണ്ട്.
നിക്സൺ പൊളിക്കാണ്. ഇനി നിക്സനെ പിടിച്ചാൽ കിട്ടൂല, എല്ലാത്തിലും ഫസ്റ്റ് അടിക്കും. കഴുത്തിൽ വേദനയുണ്ട്, കൈമ വേദനയുണ്ട്, കാലുമ വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫുൾ ബോഡി മസാജ് നടത്തിക്കുന്നതാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ, കഴുത്തിന് നല്ല വേദനയുണ്ട് പുള്ളിക്ക്. ഇന്നലെ പോലെ തുടങ്ങിയതാണത്, കിടന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നത്. അപ്പോൾ അതും കൂടി പുള്ളി ഇവിടുത്തെ ബാം ഉപയോഗിച്ച് ചെയ്യാണ്. ആ ബാമിൻ്റെ പേരാണ് ഇതിട്ടത്. ഇതാണ് ബാം. ഇത് വെച്ചിട്ടാണ് അവർ തകർക്കണത്. അയോഡെക്സ്. വേദന എന്ന് പറഞ്ഞിട്ട് യുവർ നെയിം പ്ലീസ്. രമേശൻ. ആ, നമ്മുടെ അയോഡെക്സ് ഉണ്ടോ നമ്മുടെ നാട്ടിൽ? സോറി, ഇതുണ്ടല്ലേ അയോഡെക്സ് ആണ്. അത് നല്ല പൊള്ളലുണ്ട്. കഴുത്ത് വേദന 2 ദിവസമായിട്ടുണ്ട്. എന്തായാലും നല്ല ആശ്വാസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് തന്നിട്ടാ, ഈ ഇവിടുത്തെ ടെമ്പിളിനെ പറ്റിയുള്ള ഇതാണ്. എന്തായാലും അതുകൂടി കിട്ടി, നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടൊരു ഗിഫ്റ്റായി. താങ്ക് യു. ഞങ്ങളേ നമ്മുടെ പോലീസുകാരൻ ചേട്ടനോട് ഗിഫ്റ്റും സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും കിട്ടുമോ, സ്റ്റാമ്പ് എവിടെയെങ്കിലും കിട്ടുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ അത് സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇയാളും പുറകെ കൂടിയിട്ടാണ് നമ്മളെ സഹായിക്കാനായിട്ട്. അപ്പോൾ എന്താ കിട്ടണേന്ന് അറിയില്ല. സ്റ്റിക്കറൊക്കെ കിട്ടുമെങ്കിൽ നന്നായിരിക്കും കേട്ടോ. എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. എന്നിട്ട് സൈക്കിളിലും അതേപോലെ വീട്ടിലെവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഒട്ടിച്ച് വെക്കല്ല, അല്ല സൈക്കിളിലാണ് പോയതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട്. അതേപോലെ ഇവിടെ നേർച്ചക്കായിട്ടുള്ള കാഴ്ചവെപ്പിനുള്ള താമരപ്പൂവിൻ്റെ ഒരു ശേഖരം തന്നെ ഉണ്ട് കേട്ടോ. ഇത് നോക്കിയേ, വയലറ്റ് താമര, ഗ്രീൻ കളറ്, നോക്കിക്കേ എന്തൊരു ഭംഗിയുള്ള സംഭവം. നോക്കിക്കേ, നമ്മുടെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇത് പിച്ചിപ്പൂവാണെന്ന് തോന്നുന്നു, ഇവിടുത്തെ പേരെന്താണെന്ന് അറിയില്ല. അതുപോലെ താമര മുട്ടുണ്ട്. നോക്കി എല്ലാ കടകളിലും ഇത് തന്നെ. ഇതൊക്കെ കച്ചവടക്കാരാണ്ടാ. ബുധുനേ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുന്നുണ്ട്, കണ്ടില്ലേ? നിറച്ച് പൂക്കളാണ് ഇവിടെ. അതുപോലെ ഒരു നോക്കിക്ക് വാട്ടർ ഗാർഡൻ. ഇതെല്ലാം നമ്മുടെ ഇവിടെ ഉണ്ട്, എന്നാലും ഇവിടെ ഉണ്ടെന്ന് പറയായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ ഉണ്ട്. എവിടെ നോക്കിയാലും ക്യൂ. ഇതിപ്പോൾ ഇവിടെ നേരത്തെ പായസം കിട്ടാനായിട്ടാണ് തോന്നുന്നു. ഇവിടെ കാപ്പിയോ ചായയോ എല്ലാം കൊടുക്കുന്നുണ്ട്. ചായ, കട്ടൻ ചായ ഉണ്ട്. അത് ഇവിടെ ഇഞ്ചിയെല്ലാം ഇട്ടിട്ടുള്ള ചായയാണ്. മിലിറ്ററിക്കാരെല്ലാം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഈ ബുദ്ധിസ്റ്റുകളുടെ മിലിറ്ററിയാണ് ഇതെല്ലാം, ബുദ്ധരുടെ. ഇവിടെ മിലിറ്ററിയും പോലീസും എല്ലാം അവരുടെ തന്നെയാണ്. വേറൊരു സ്ഥലമാണ് ഇവിടെ. പക്ഷേ ഭക്ഷണം നിന്ന് കഴിക്കുന്നുണ്ട് ആളുകൾ. ഇയാൾ വിളിച്ചിട്ട് പോകണ്ട കേട്ടോ. ഞങ്ങൾക്ക് വഴി തെറ്റി, പുള്ളി പുറകെ വന്ന് വിളിച്ചിട്ട് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോവുകയാണേ. ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങിക്കാനായിട്ടുള്ള കട കണ്ടുപിടിച്ചിട്ടാ. ഇവിടെ 300 രൂപ. നമ്മളവിടെ 500 പറഞ്ഞില്ലേ, അതിവിടെ 300 രൂപ കേട്ടോ. നല്ലതും ഉണ്ട് കേട്ടോ, നമുക്ക് വാങ്ങിക്കണം എന്തായാലും കുറച്ച്. അതുപോലെ ഈ ഫ്രിഡ്ജിലൊട്ടിക്കുന്ന സ്റ്റിക്കറുകളും, പിന്നെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ ഉള്ളതുപോലെ ഈ തെയ്യം പോലെയുള്ള ഇവരുടെ ഓരോ സാധനങ്ങളുണ്ട് കേട്ടോ. അതിൽ ഞങ്ങൾ 3 പേരും ഒരേപോലത്തെ വാങ്ങിച്ച്. സ്റ്റിക്കറിൽ ഒട്ടിക്കണതും ഫ്രിഡ്ജിൽ വെക്കണതും ഇതുമെല്ലാം ഒരേപോലത്തെ 3 വീതം എടുത്ത് അതേ കിറ്റിലാക്കി അവർ നേരെ മുമ്പിലേക്ക് പോയിട്ടാ. ഇനി അവരെ പോയി ഓടിച്ചിട്ട് പിടിക്കാം. എന്തായാലും ഈ പോലീസുകാരെ കിട്ടിയത് ഭയങ്കര ഉപകാരമായിട്ടാ. കാര്യം നമുക്ക് ഗൈഡായിട്ടും പിന്നെ ഇവിടുത്തെ സാധനങ്ങൾ വില കുറച്ച് വാങ്ങിക്കാനായിട്ടൊക്കെ സാധിച്ചു. 5400 പറഞ്ഞ സാധനം ഇദ്ദേഹം ഇടപെട്ടത് 5000 രൂപയ്ക്ക് വില കുറച്ച് തന്നു. ഇപ്പോൾ എവിടെ പോകേണ്ടതെന്നെല്ലാം നമുക്ക് ഗൈഡൻസ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബുദ്ധക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ബുദ്ധന്റെ പല്ല് സൂക്ഷിച്ചേക്കണ സ്ഥലമാണിത്. അത് ബുദ്ധന് കോമ്പല്ലുണ്ടായിരുന്നു. അപ്പൊ ഇടതുവശത്തെ കോമ്പല്ലാണ് ഈ സൂക്ഷിച്ചേക്കണത്. 2500 വർഷം പഴക്കമുണ്ട് ഇതിന്. ഇവിടെ സൂക്ഷിച്ചേക്കണതില്ലേ 7 സ്വർണ്ണക്കരണ്ടിയിലാണ്. അതില്ലേ കാൻഡിയില് ദളതമാളിക എന്ന് പറഞ്ഞ അമ്പലത്തിലാണ് ഇത് സൂക്ഷിച്ചിരിക്കണം. ലോകത്തിലെ തന്നെ ഏറ്റവും പുണ്യമായിട്ടുള്ള ദന്തധാതുവാണിത്. അതും കാണാൻ പറ്റി. അങ്ങനെ അതൊരു ഭാഗ്യമായി പോയിട്ടാ. ഫോറിനേഴ്സ് എല്ലാം അവിടെ കോമള വിട്ട് കളിക്കണ നോക്കിക്കേ. ജപ്പാനിൽ നിന്നെല്ലാം വന്നേക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കണ്ടില്ലേ, അവർ ഭയങ്കര സന്തോഷമായിട്ട് ഇവർക്ക്. നോക്കി ഈ തടാകത്തിൽ നിന്നേ ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുന്നതാണ്. അങ്ങനെ സൈക്കിളിരിക്കുന്നിടത്ത് എത്തി.
ലോക്ക് കഴിക്കണം. ആ അമ്മച്ചിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ നാട്ടിലെ അന്യം നിന്ന് പോയൊരു സംഭവം ഒന്ന് നോക്കിക്കേ, പാമ്പ് കളി. അയ്യോ, പാമ്പ് കുരങ്ങനെ കൊത്താൻ നോക്കിയിട്ടേ മൂർക്കം പാമ്പാണ്ട 2 ഇത് നോക്കി. നമ്മൾ ഇവിടേക്ക് ഇപ്പോഴും ഉണ്ട് ഇതിൻ്റെ കളി. കുരങ്ങച്ചിന് ഉടുപ്പൊക്കെ എടുത്ത് നിർത്തിയേക്കേണ്ട. ആ പാമ്പ് എന്തൊരു അനുസരണത്തിലിരിക്കണമെന്ന് നോക്കിക്കേ. അയാൾക്ക് ഒരു പേടിയില്ല. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ കണ്ടേക്കണതാ. ഒരെണ്ണത്തിനും മലമ്പാമ്പിനെ കഴുത്തിലിട്ടേക്കണം നോക്കിക്കേ. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ഇപ്പം ഇതുപോലെ സമ്മതിക്കും അല്ലേ? എന്തായാലും ഇതൊരു ഭയങ്കര ഒരു കാഴ്ചയായി പോയിട്ടാ. എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊടുത്തേനെ. എല്ലാവരും പൈസ എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട, അവൻ കൊണ്ടുവന്നിട്ട് പൈസ അവനെ ആ കാശ് കൊണ്ടുവന്നിട്ട് എടുക്കണമെങ്കിൽ അതേ മലമ്പാമ്പിനെടുത്ത അയാൾ. എന്തായാലും കൊള്ളാം, അവർ പോയി. അവരെ ഇനി കണ്ടുപിടിക്കണം, പണിയാവില്ല എന്നുണ്ടെങ്കിൽ. നമുക്ക് പോവാം. അടുത്ത ഐസ്ക്രീം കിട്ടി. ഇവിടെ ഐസ്ക്രീം വിതരണമാണ്. സാറ് ഐസ്ക്രീം വാങ്ങിച്ചു തന്ന്. അയ്യോ, ഇദ്ദേഹം നെയിം സതീഷ് കുമാർ. ഇവരിങ്ങനെ ഐസ്ക്രീം വിതരണം, ഞങ്ങളത് ഐസ്ക്രീമൊക്കെ കഴിച്ചെടുത്ത്. എല്ലായിടത്തുനിന്നും ഇങ്ങനെ തന്നെ കിട്ടും കേട്ടോ. ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട് ബുദ്ധിസ്റ്റുകളുടെ. നമ്മുടെ പോലീസുകാരൻ ചേട്ടൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞെന്നാണ് തോന്നണം കേട്ടോ. അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങളാ യാത്രയൊക്കൊന്നുമില്ല, കഴിഞ്ഞിട്ടില്ല. വല്ലത്തോട്ട് പോകണം. നമ്മളെ വെയിറ്റ് ചെയ്ത് നമുക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഉണ്ട്. നമുക്ക് പൈസ ഇല്ലാതെ ഫ്രീ ആയിട്ട് ഭയങ്കര വലിയൊരു ഗൈഡാണ് കിട്ടണേ. വലിയൊരു സഹായമാണിത്. ചില സമയത്ത് നമുക്ക് ഉപദ്രവമായിട്ടും തോന്നും. നമുക്ക് വലത്തോട്ടാണ് തിരിയേണ്ടത്. ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് നമുക്ക് വലത്തേക്ക് തിരിയണം. ഇനി നേരെ നമ്മൾ പോകുന്നത്. ഹായ്, എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കണം കേട്ടോ. ഞങ്ങളെ കാണുമ്പോൾ ഒരേപോലത്തെ ഡ്രസ്സായതുകൊണ്ടിട്ടുള്ള പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഈ ഡ്രസ്സ് തന്നെ കൊടുക്കണത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണതേ, കമൻറ്റിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വേറെ ഡ്രസ്സൊന്നും ഇല്ലെന്ന്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തരേണ്ട വീണ്ടും വീണ്ടും. ഇനിയിപ്പോൾ ഇവിടുത്തെ ഫെസ്റ്റിവൽ ആയതുകൊണ്ടേ എല്ലായിടത്തും ഇങ്ങനെ ക്യൂ ആണേ. എവിടെ നോക്കിയാലും കണ്ട പാട്ട് പാടണുണ്ട് എല്ലാവരും. ക്ഷമയോട് നിൽക്കണം. നോക്കിയേ, എൻ്റെ നാട്ടിലെ ഔസേപ്പിതാവിൻ്റെ നേരത്തെ സദ്യക്ക് ഇങ്ങനെ ക്യൂ നിൽക്കാറുണ്ട്. അതുപോലെ തോന്നണം എനിക്ക്. ഞങ്ങളിങ്ങനെ പോരുന്ന വഴിക്കേ കുറച്ച് പിള്ളേർ നമ്മുടെ റംബൂട്ടാൻ കടയുടെ അടുത്ത് വന്ന് ഇപ്പോഴുണ്ട് കേട്ടോ, സൈക്ലിസ്റ്റുകൾ. അപ്പോൾ നമ്മുടെ പോലീസുകാരൻ ഇത് ബാക്കിയാണെന്ന് തോന്നുന്നു കേട്ടോ. 2 പോലീസുകാർ എത്തിക്കഴിഞ്ഞ്. ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണ്ട ഞങ്ങളാ. മറ്റേ സാറ്, ആ സാറ് അവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അടുത്ത ഞങ്ങൾക്കുള്ള ഫ്രൂട്ട്സ് ആയിരിക്കുള്ളൂ. എല്ലാവരും ഇങ്ങനെ തന്നെ പിരിയാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ തന്നേ വിടുള്ളൂ. അപ്പോൾ ആ സാറ് ഇവരെ ഏൽപ്പിച്ചിട്ട് ഇനി ഇവരായിരിക്കും ഞങ്ങളെ ഫോളോ ചെയ്യണത്. അതേ കുട്ടികൾ ഞങ്ങൾക്കെല്ലാം തന്നിട്ടാ വേണ്ടതേ. ഞങ്ങൾക്ക് തരണം നോക്കിക്കേ. താങ്ക് യു വെരി മച്ച്. സാറ് ഞങ്ങൾക്ക് എന്ത് സാധനം ഒന്ന് പേരക്ക കവറിലാക്കി തന്നു. സാർ റിട്ടേൺ. ഓക്കെ. സാറ് കുറച്ചുകൂടി ദൂരം വരും. അപ്പോൾ അവരെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ട് ഇനി അവരായിരിക്കും നയിക്കുന്നത്. 4 ഉണ്ട്. ഇതേ അടുത്തത് ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ കൂട്ടുകൂട്ടിയാലപ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് വരും. വാടാ ലെനിൻ ചേട്ടനാണ് അപ്പോൾ പിടിക്കാതിരുന്നവന്. ലെനിൻ ചേട്ടൻ പേടിച്ചു പോയി തോന്നുന്നു. നോ പ്രോബ്ലം, ലെറ്റ്സ് ഗോ. Now you are going to Colombo. If you need anything, call me. No problem. ഇപ്പോൾ സാറ് ഞങ്ങളെ വിട്ട് വരികയാണ്. എല്ലാവരെയും കൂട്ടി എടുക്ക്. Thank you. Bye. Good luck. ഓക്കെ സാർ, താങ്ക് യു. Anything, call me. താങ്ക് യു സാർ. Okay, welcome. ഞങ്ങളേ കൊളംബോയിലേക്ക് പോണ വഴിക്ക് ആൻറ്റിക് റോഡ് റോളർ ഉണ്ട് കേട്ടോ. നല്ല പഴയ കാലത്ത്, എങ്ങനെയായാലും 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. ഇത് ആവി എൻജിൻ വെച്ച് പ്രവർത്തിക്കണ റോഡ് റോളറാണ്. ഇതുണ്ടല്ലേ വെള്ളം ഒഴിക്കണതും ഇതെല്ലാം. അതിൽ തന്നെ ഒരു കുട്ടി റോളറുണ്ട്, അതിൽ കെട്ടി വലിക്കാൻ പറ്റിയത്. പിന്നെ അതിനപ്പുറത്ത് നോക്കിക്കേ
വേറൊരു ആവി എഞ്ചിൻ വെച്ച് പ്രവർത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ കണ്ടിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ, ടാറ് ഒഴിക്കാനായിട്ടുള്ള ഭാരവണ്ടി. അതേപോലെ അതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഡീസലും പെട്രോളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമ്മൾ കേട്ടിട്ടുള്ളേ ഉള്ളൂ. പണ്ട് കാലത്ത് ട്രെയിൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇതേപോലുള്ളൊരു റോഡ് റോളർ ആദ്യമായിട്ടാണ് കാണുന്നത്. അതും ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യം കേട്ടോ. അതിലേ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്ന് എഴുതിയിരുന്നിട്ടാ. ദൂരത്തുനിന്ന് സൂം ചെയ്ത് ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴാണ് അത് കണ്ടത്. അതിൻ്റെ സ്റ്റിയറിംഗ് സിസ്റ്റം കണ്ട, ആ സ്റ്റിയറിംഗ് റോഡ് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു പിനിയൻ ഉണ്ട്. ഈ പിനിയൻ കറക്കിയിട്ട് ഈ ചെയിൻ ആണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ വീലിനെ തിരിക്കണം. അന്നത്തെ കാലത്തെ ടെക്നോളജി ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് ശക്തി വേണമെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ സ്റ്റിയറിംഗ് ഇല്ലാതെ ആർക്കും വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതൊക്കെ കേൾക്കും, ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ല, പഴയ ആളുകളുടെ ഒരു കായിക ബലവും ഇതെല്ലാം നമ്മൾ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. അവിടെ നിന്ന് ഒരു 50 മീറ്ററും കൂടി ഇങ്ങ് വന്നു കഴിയുമ്പോൾ ഇവിടെ കാണാട്ടാ ഈ ടാറ് ഉരുക്കണം എഴുതാന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ ഇവിടെ ഒരു ത്രാസ് ഇരിപ്പുണ്ട്, കണ്ടില്ലേ, വലിയ ത്രാസ് അളക്കാനുള്ളത്. അതുപോലെ ടാറിൻ്റെ പാട്ട, പിന്നെ റോഡ് റോളറിൻ്റെ വീല്, പിന്നെ ചെറിയ റോളർ. ഇംഗ്ലണ്ടിൻ്റെ ആണ് ഇതല്ല. ഇത് നോക്കി, ഇത് കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റിയിട്ടാ. ഇതിൻ്റെ സ്റ്റിയറിംഗ് റോഡ് അകത്തുകൂടി വന്നിട്ട് മറ്റേതിൻ്റെ അത്ര നീളമില്ല. ടെക്നോളജി കുറച്ചും കൂടി മാറ്റം വരുത്തിയാന്ന് തോന്നുന്നത്. വീലിന് ഏകദേശം ഒരു 5 അടി ഹൈറ്റ് കാണും. റിവെറ്റാണ് എല്ലാം അടിച്ചേക്കണം, ബോൾട്ടും റിവെറ്റും. എന്നുവെച്ചാൽ ആ ചങ്ങലേക്ക് ഒന്ന് തിരിക്കണമെന്നുണ്ടെങ്കിലുള്ള ആ എഫേർട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കേ സൈക്കിളിന് വരുമ്പോഴേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണാനും മനസ്സിലാക്കാനും ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം. എന്താണെന്നറിയോ, നിങ്ങളും ഇതേപോലെ സൈക്കിൾ റൈഡ് ചെയ്യണമായിട്ടുള്ളൊരു ഫീൽ കിട്ടും ഇല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണോട്ടാ. കാര്യം വെച്ചാൽ ഞങ്ങൾ സൈക്കിൾ റൈഡ് ചെയ്യുമ്പോൾ ആരും കൂടെ വരാറില്ല. എല്ലാവരും വീട്ടിലിരിക്കും, അല്ലെങ്കിൽ ബൈക്കിലോ മോട്ടോർ ബൈക്കിലോ അല്ലെങ്കിൽ കാറിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഫീല് ഞങ്ങൾ കാണാറുണ്ട്, പക്ഷേ വീഡിയോ ഒന്നും എടുക്കാറില്ലായിരുന്നു. ഇപ്പോൾ യൂട്യൂബിന് വേണ്ടിയിട്ട് ഇത് ചെയ്യണോണ്ടാണ് നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാമല്ലോ. എന്തായാലും ഇതൊക്കെയാണ് സൈക്ലിങ്ങിൽ കൂടെയുള്ള അനുഭവങ്ങൾ. ഇനിയും വഴിനീളെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട്, എല്ലാം പുറകെ കാണിക്കാട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ടച്ച് ആൻഡ് ട്രാവൽസിൻ്റെ ബൈ ബൈ.